ഹലോ, നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഒരു കിഡിലൻ റൈസാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നല്ല കോഴി പൊരിച്ചതും, അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റൈസാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കക്ക ഇറച്ചി എന്ന് പറയും, എരുന്തിറച്ചി എന്ന് പറയും, അതുപോലെ തന്നെ എളമ്പക്കൻ്റെ ഇറച്ചി എന്നും പറയും. അപ്പോൾ ഇവിടെ വടകര എളമ്പക്ക എന്നാണ് പറയുക. എൻ്റെ അവിടെ കോഴിക്കോട് ഞങ്ങൾ എരുന്ത് എന്നാണ് പറയുക കേട്ടോ. പിന്നെ കുറച്ച് വേറെ ഭാഗത്തേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത് കക്ക എന്നാണ് പറയുക, കക്കയിറച്ചി. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഞാനിത്. അപ്പോൾ ഇങ്ങനെ ഇറച്ചി എടുത്തതിന് ശേഷം 3, 4 പ്രാവശ്യം വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കളഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അങ്ങ് മാറിക്കിട്ടും. അതിനൊരു വേസ്റ്റ് കളയാനുണ്ട്. അത് അങ്ങനെ 3, 4 പ്രാവശ്യം കഴുകിയാലങ്ങ് പൊയ്ക്കോളും. പിന്നെ അതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. അത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിത് പുഴുങ്ങിയെടുത്തിട്ടാണ് ഇതിൻ്റെ മീറ്റ് എടുക്കുക. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ ആ ഒരു സ്റ്റോക്കാണിത്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മാത്രമാണ് ഇത് വെച്ച് എന്തുണ്ടാക്കുമ്പോഴും ഈ ഒരു ഇതിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്താലാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കും ഇതിൻ്റെ മീറ്റും എടുക്കാന്ന് വെച്ചാൽ ഇതുപോലാണ് കേട്ടോ. കക്ക കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഇത് നമുക്ക് അടുപ്പത്തിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ് ചെയ്യുക. തിളപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് ഇത് തുറന്ന് വരും. അപ്പോൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ മീറ്റ് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ ഈ ഒരു മീറ്റ് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇത് മൊത്തം ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അടിയിലുള്ള വൈറ്റ് കളറിലുള്ള സ്റ്റോക്കില്ല അത് നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു മീറ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. ആ ഒരു എളമ്പക്കൻ്റെ ഇറച്ചിയില്ലേ, അതൊന്ന് പൊരിച്ചെടുക്കണം. നേരിട്ട് നിങ്ങൾക്ക് കുക്കറിൽ തന്നെ പൊരിക്കാം കേട്ടോ. ഞാനിപ്പം വേറെ സെപ്പറേറ്റ് കാണിക്കുന്നതേ ഉള്ളൂ വീഡിയോ ആയതുകൊണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ഒഴിച്ച് കൊടുത്തത്. ഒരു 1, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരുപാടങ്ങ് ചൂടായിട്ടില്ല. ചൂടാവാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എളമ്പക്കൻ്റെ ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ അതിനനുസരിച്ച് എടുക്കട്ടോ. അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ചെറിയ ഉപ്പ് അതിനുണ്ടാവും കേട്ടോ. പിന്നെ ഒരു ചെറിയ ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കിയിട്ടാണ് ഇത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യലില്ല. ഞാനൊരു എന്താ പറയുക, ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ടേ എടുക്കലുള്ളൂ. ആ ഒരു അതിൻ്റെ ടേസ്റ്റ് അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. മറ്റേതൊരു റബ്ബറി ടെക്സ്ചറിലാണ് വരിക. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ. ഇതിനൊന്നും അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈമോ അങ്ങനെ റബ്ബർ പോലെ ആക്കി എടുക്കേണ്ടിയില്ല. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നേരം ഇതൊന്ന് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഞാനതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ഞാൻ ഗീ തന്നെയാണ്, ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും 3ഉം കൂടെ ചതച്ചെടുത്തതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി, പിന്നെ ഒരു ഇഞ്ച് പീസിലുള്ള ഒരു ഇഞ്ചിയും, അതുപോലെ തന്നെ 2 പച്ചമുളകും കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും 3ഉം കൂടി ഒന്ന് ക്രഷ് ചെയ്തതാണ്. അതൊന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ 1 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളിയാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സൈഡായിട്ട് തിന്നാനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ എത്രയാണോ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് തൈരും വേണം കേട്ടോ. ഒരു 1, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഗരം മസാലേൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു സമയം കിട്ടുമല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മിനിമം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചോറാകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതാണ് കേട്ടോ. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ടാണ് സൈഡ് ഇങ്ങനെ കളർ മാറിയത്. ഇപ്പോൾ ആ ഉള്ളി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലായാൽ മതിയിട്ട്, ഒരുപാട് ഇതാവുമൊന്നും വേണ്ട. ഒന്ന് വാടി കുഴഞ്ഞ് വന്നാൽ മതി. ഇനി ഇതൊക്കെ വലിയൊരു സൈസുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. എന്നിട്ട് ആ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചധികം ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതവിടെ കറണ്ട് പോയിട്ട്, അപ്പോൾ ഞാൻ ആ ഒരു ലൈറ്റൊക്കെ ഓഫ് ആയതുകൊണ്ട് ഒന്ന് അറ്റത്തേക്കുള്ള അടുപ്പത്തേക്ക് മാറ്റിയതാണ്. ഒന്ന് കറണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്താണ്. പിന്നെ വേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്താണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടെ ചേർത്താണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, കുരുമുളക് കേട്ടോ. ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ചേർക്കണം. ഇവിടെ ആച്ചിയും ഞാനും ആയതുകൊണ്ട് ഓന് എരിവ് പറ്റാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്.
ഇനിയിപ്പോൾ ദാ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ചൂടാക്കിയ വെള്ളമാണ്. 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തത് കേട്ടോ. 2 1/2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എരുന്തിൻ്റെ ഇറച്ചിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുന്ന സമയത്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ. മാക്സിമം ഫ്ലേവർ നമ്മളെ റൈസിലേക്ക് ഇറങ്ങും. ആ ഒരു ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഇത്രയ്ക്ക് ഫ്ലേവർ കിട്ടൂല. അപ്പോൾ അത് നന്നായിട്ട് ആ ഒരു ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ നമ്മൾ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടില്ല. അത് ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ട് കേട്ടോ. ആ ഒരു സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ഉപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ആ ഒരു സ്റ്റോക്കിൽ ഉപ്പുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കഴുകിയെടുത്തിട്ടുള്ള കൈമ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകശാല എന്ന് പറയുന്ന ആ ഒരു ചെറിയ ടൈപ്പ് അരിയില്ല അതാണിത്. അപ്പോൾ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച മല്ലിച്ചപ്പാണ്. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെയാണ് നമ്മളിത് വേവിക്കേണ്ടത് കേട്ടോ. ഒരു മീഡിയം തീയിലാക്കി വെക്കുക. ഒരു വിസിൽ വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് അവിടെ നിന്നാവുന്ന നേരം കൊണ്ട് ഞാനിപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് എല്ലാ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് പുളിയാണും അതുപോലെ തന്നെ പരിപ്പും എല്ലാം ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഞാനിവിടെ അത് രണ്ടും ഉണ്ടാക്കുന്നില്ല. കാരണം ആച്ചിക്ക് രണ്ടും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അതാ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എടുത്ത ഉടനെ നമുക്കൊരു വെള്ളം കുടിച്ച പോലെ തോന്നും കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് പാകത്തിലായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ തുറന്ന ഉടനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് വരും. അടിപൊളി ടേസ്റ്റിയാണ്. മാക്സിമം ഫ്ലേവറും ഇതിലുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു എരുന്തിൻ്റെ മീറ്റൊക്കെ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലേവറാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒരു പ്ലേറ്റിലേക്ക് പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ അടിപൊളിയാണ്. കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ഈ ഇളമ്പയ്ക്ക് അതുപോലെ തന്നെ കല്ലുമ്മക്കായ് ഇതൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ മീറ്റ് പുഴുങ്ങിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന മക്കളോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാം കൂടെ നമുക്ക് ഞാനിപ്പോൾ ചെയ്ത പോലെ ഓരോന്നായിട്ട് വഴറ്റണം എന്നൊന്നുമില്ല കേട്ടോ. ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് നമ്മൾ വേവിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ ഒരു ചെറിയൊരു സാലഡും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ.